ഞാൻ ഇന്നൊരു അടിപൊളി മാഗി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ മാഗിയോട് കൂടി തന്നെ ഞാൻ നമ്മുടെ സേമിയ ഉപ്മാവിന് യൂസ് ചെയ്യുന്ന സേമിയ കൂടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ചെയ്യുന്നത്. അതായത് മാഗി വിത്ത് സേമിയ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സേമിയ വറുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു ബ്രൗൺ നിറത്തിലാകുമ്പോൾ, കരിയരുത്, ബ്രൗൺ നിറത്തിലാകുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിൽ തന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് സവോള ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിലാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റാൻ വെക്കുകയാണ്. നന്നായിട്ട് വഴറ്റുക. അടച്ചു വെച്ച് വേവിച്ചാൽ കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിൻ്റെ നടുവിൽ ഇതുപോലെ ഒരു ഹോളുണ്ടാക്കിയിട്ട് നമ്മളൊരു 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 മുട്ട ബീറ്റ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ നല്ലത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാനിനി മാഗി ഉണ്ടാക്കാനുള്ള വെള്ളമാണ് എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് മാഗി മസാല പൊട്ടിച്ചിടുകയാണേ. മാഗി മസാല പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അതും അടച്ചാണ് ഞാൻ വേവിക്കണേ കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് തട്ടുന്നത് നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ച സേമിയ ഉപ്മാവിൻ്റെ സേമിയാണ്. അത് ഇതിലേക്ക് ഇതിൽ വെച്ച് സേമിയ ഉപ്മാവ് മാത്രമല്ല കേട്ടോ, ഇതിൽ പായസം ഉണ്ടാക്കാം. പക്ഷേ കുറച്ചുകൂടി നൈസാണ്, കൂടുതൽ ഉപ്മാവ് ഉണ്ടാക്കാനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. അതും മാഗിയും കൂടി തട്ടുന്നുണ്ട്. കണ്ടില്ലേ, മാഗി ഞാൻ ഇതുപോലെ ഒടിച്ചിട്ട് കൊടുക്കാറുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതായത് വേകാൻ വേണ്ടിയിട്ട്. ഇതും അടച്ച് വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട്. അടച്ച് വയ്ക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് വെള്ളം ആവണ്ട, എന്നാൽ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസിയും സോറി ഇനി മെയിനായിട്ട് ഇട്ടില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മുട്ടയുടെ മിക്സും കൂടി ചേർക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ സവാള ചേർത്തതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ടേസ്റ്റി മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മസാലകൾ, ഇനിയിപ്പോൾ വീട്ടിലെ ഗരം മസാലാസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.